സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 70 ചോദ്യങ്ങളുടെ മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ LGS പരീക്ഷയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് LDC പരീക്ഷയ്ക്കും അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും ഈ മോക്ക് ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം ക്വസ്റ്റ്യൻ ഒരു 5-6 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരമുണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2021 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമേത്? ഓപ്ഷൻ ഡി അമേരിക്കയാണ്. 2021 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫഷണലായ 4 വയസ്സുകാരി ആരിഫ് ഫാത്തിമ ഏത് രാജ്യക്കാരിയാണ്? ഓപ്ഷൻ ബി പാകിസ്ഥാൻകാരിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫഷണലായ 4 വയസ്സുകാരി ആരിഫ് ഫാത്തിമ പാകിസ്ഥാൻകാരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം? ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം ഫ്രാൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റ് പദവിയിലിരിക്കുന്ന ഇന്ത്യൻ വംശജ ആര്? ഓപ്ഷൻ സി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ യാദവ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റ് പദവിയിലിരിക്കുന്ന ഇന്ത്യൻ വംശജ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ യാദവ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്ലൂ നേച്ചർ അലയൻസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യമെന്ത്? ഓപ്ഷൻ എ സമുദ്ര സംരക്ഷണമാണ്. ബ്ലൂ നേച്ചർ അലയൻസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം സമുദ്ര സംരക്ഷണം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആര്? ഓപ്ഷൻ ഡി വനിത ഗുപ്തയാണ്. 2021 അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ വനിത ഗുപ്ത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമ ബംഗാളിൻ്റെ കായിക മന്ത്രി മനോജ് തിവാരി ഏത് സ്പോർട്സ് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൻ്റെ കായിക മന്ത്രി മനോജ് തിവാരി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 മേയിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച ജഗന്നാഥ് പഹാഡിയ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഓപ്ഷൻ എ രാജസ്ഥാൻ സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്. 2021 മേയിൽ കോവിഡ് ബാധിച്ച് അന്തരിച്ച ജഗന്നാഥ് പഹാഡിയ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏത്? ഓപ്ഷൻ സി തിബിലിസിയാണ്. ജോർജിയയിലെ തിബിലിസിയാണ് 2021 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് തിബിലിസി. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ സി പ്രിയങ്ക മോഹിത് ആണ്. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? പ്രിയങ്ക മോഹിത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ ആര്? ഓപ്ഷൻ ബി VK രാമചന്ദ്രനാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. നമുക്കറിയാം കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആര്? ഓപ്ഷൻ ഡി നരീന്ദർ ബത്രയാണ്. 2021 ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നരീന്ദർ ബത്ര. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
2021 പൊട്ടിത്തെറിച്ച മൗണ്ട് നിരാഗോങ്കോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഓപ്ഷൻ എ കോങ്കോയിലാണ് 2021 പൊട്ടിത്തെറിച്ച മൗണ്ട് നിരാഗോങ്കോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് കോങ്കോ രാജ്യത്ത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ് ഫോർ വൺ ആൻഡ് ഓൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ബി ആകാശ് റാനിസൺ ആണ് ക്ലൈമറ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ് ഫോർ വൺ ആൻഡ് ഓൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആകാശ് റാനിസൺ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആമസോൺ ആരംഭിച്ച സൗജന്യ വീഡിയോ സ്ട്രീമിംഗ് സർവീസിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി മിനി TV എന്നതാണ് ആമസോൺ ആരംഭിച്ച സൗജന്യ വീഡിയോ സ്ട്രീമിംഗ് സർവീസിൻ്റെ പേരാണ് മിനി TV. 16ാമത്തെ ക്വസ്റ്റ്യൻ. മാൻടോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ് എന്നിവ ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാൻടോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ് എന്നിവ ക്ഷയരോഗ നിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ. പ്രശസ്തമായ സൂചിപ്പാറ ചെതലയം വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ വയനാട് ജില്ലയിലാണ് പ്രശസ്തമായ സൂചിപ്പാറ ചെതലയം വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏത്? ഓപ്ഷൻ ബി ഗോതമ്പാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻ ഡി താപ്തി നദിയാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി താപ്തി നദി. അപ്പോൾ ബാക്കി എല്ലാ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. നമുക്കറിയാം താപ്തി നദി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ 2ാമത്തെ നദിയാണ് താപ്തി നദി. അതുപോലെ ഈ താപ്തി നദി പതിക്കുന്നത് അറബിക്കടലിൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഗുജറാത്തിലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് അല്ലെങ്കിൽ കപ്പൽ പൊളിക്കുന്ന സ്ഥലമാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗോവ സംസ്ഥാനം രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ ബി 1987 ഗോവ സംസ്ഥാനം രൂപീകൃതമായ വർഷം 1987. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ KSFEയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂരാണ് KSFEയുടെ ആസ്ഥാനം തൃശ്ശൂർ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലുള്ളതാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥയിലുള്ളതാണ്. അതായത് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മ അവസ്ഥയിലുള്ളതാണ് ഇടിമിന്നൽ. അപ്പോൾ ഭൂമിയിൽ പ്ലാസ്മ അവസ്ഥ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഇടിമിന്നൽ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ് നദി ഒഴുകുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തോടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ ഷിയോനാഥ് നദി ഒഴുകുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തോടെ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി തിരിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി നർമ്മദ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി തിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദി. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട് ജില്ലയ്ക്കാണ് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ള കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികൻ ആര്?
ഓപ്ഷൻ എ ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടെത്തിയ നാവികൻ ആരാണ്? ഹിപ്പാലസ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ നിയമവിരുദ്ധമാക്കിയ അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളികൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ നിയമവിരുദ്ധമാക്കി. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി നാഗാലാൻഡാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. അയഡിൻ ലായനിയെ അന്നജത്തോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമേത്? ഓപ്ഷൻ സി നീല നിറമാണ്. അയഡിൻ ലായനിയെ അന്നജത്തോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് നീല. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ? ഓപ്ഷൻ ഡി കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. ഒരു കായാന്തരിത ശിലയാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ എ സത്താറയാണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പുത്രനാണ് നടരാജഗുരു? ഓപ്ഷൻ ബി ഡോക്ടർ പൽപുവിൻ്റെ പുത്രനാണ് നടരാജഗുരു. ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഏതുതരം? ഓപ്ഷൻ സി കോൺവെക്സ് മിററാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഒരു കോൺവെക്സ് മിററാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ബി മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? മഗ്നീഷ്യം സിലിക്കേറ്റ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ? ഓപ്ഷൻ ഡി മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. 39ാമത്തെ ക്വസ്റ്റ്യൻ. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നുകൂടി പേരുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കവിഷയമാണ് തീൻ ബിഖ കോറിഡോർ? ഓപ്ഷൻ സി ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഇടയിലുള്ള തർക്കവിഷയമാണ് തീൻ ബിഖ കോറിഡോർ. ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ കാൽസ്യം കാർബൈഡ് ആണ്. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഓപ്ഷൻ ഡി കരിമണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനമാണ് കരിമണ്ണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശിലാണ്. ബോറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏത്? ഓപ്ഷൻ എ പ്രരോദനമാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. 45ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ KSEB വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ പട്ടണം ഏത്? ഓപ്ഷൻ സി തൃശ്ശൂർ പട്ടണമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ
KSEB വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ പട്ടണമാണ് തൃശ്ശൂർ. നമുക്കറിയാം കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം തൃശ്ശൂരാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. 46ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ ബി, APJ അബ്ദുൽ കലാമിൻ്റെ പേരിലാണ് കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അറിയപ്പെടുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി, ഓടക്കാലിയിലാണ് കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓടക്കാലി, എറണാകുളം ജില്ല. 48ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ, ലോകായുക്തയാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പോൾ ലോകായുക്ത സംസ്ഥാന തലം, ലോക്പാൽ ഇന്ത്യ തലം, ലോക്പാൽ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കിയ വർഷമേത്? ഓപ്ഷൻ സി, 2010 കേരളത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കിയ വർഷം 2010. 50ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഓപ്ഷൻ ബി, 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17 അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി മലപ്പുറം ജില്ലയിൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരം ജില്ലയിലാണ് കൊമ്പൈക്കാണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. 52ാമത്തെ ക്വസ്റ്റ്യൻ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നാം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്ന്? ഓപ്ഷൻ എ, അയർലൻഡ് രാജ്യത്തു നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നാം കടമെടുത്തത്. അയർലൻഡിൽ നിന്നുമാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി, ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത്. ജംഷഡ്പൂരിൽ. 54ാമത്തെ ക്വസ്റ്റ്യൻ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ സി, NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 544. 55ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ, കോട്ടയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. കോട്ടയം. 56ാമത്തെ ക്വസ്റ്റ്യൻ. മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ, 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് തന്നെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേരുന്ന നദി ഏത്? ഓപ്ഷൻ ബി, ഭാരതപ്പുഴയാണ്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടാഗോറിനെ ഗുരുദേവ് എന്ന അഭിസംബോധന ചെയ്തതാര്? ഓപ്ഷൻ സി, ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ്. അതുപോലെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോറും. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി, സാലിം അലിയുടെ, പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. സാലിം അലിയുടെ ആത്മകഥയാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്നറിയപ്പെടുന്ന ആരാണ്? അറ്റോർണി ജനറൽ. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരമെത്ര?
ഓപ്ഷൻ ബി 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡംഡം വിമാനത്താവളത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് എന്നതാണ് ഡംഡം വിമാനത്താവളത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, കൊൽക്കത്ത. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്, PNB ആണ്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നമുക്കറിയാം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യക്കാരനാണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്? ഓപ്ഷൻ ഡി പോർച്ചുഗലിൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ പൗരനാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര? ഓപ്ഷൻ ഡി 943:1000 ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതമാണ് 943:1000. അതായത് 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ബി 2001 ആണ്. സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് 2001. 68ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമേത്? ഓപ്ഷൻ ഡി ഗുവാഹത്തിയാണ്. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഗുവാഹത്തി. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ സി കഥകളിയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേട് ഏത്? ഓപ്ഷൻ സി ബുഗ്യാൽ പുൽമേടാണ്. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേടാണ് ബുഗ്യാൽ. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.